നമസ്കാരം. USS എക്സാമിലെ മലയാളം ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ള 25 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുകളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏതാണ്? രാമചന്ദ്ര വിലാസം. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 1913. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. സംക്ഷേപ വേദാർത്ഥം. വേദാർത്ഥം എന്നതാണ് ശരിയായ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏത്? ഉത്തരം സിന്ധു നദി. അടുത്ത ക്വസ്റ്റ്യൻ: മലയാളത്തിലെ നായികയുടെ പേരിൽ അറിയപ്പെടുന്ന സന്ദേശകാവ്യം ഏത്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. കൃഷ്ണഗാഥ രചിച്ചതാര്? ഉത്തരം ചെറുശ്ശേരി. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരി. 7. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ. ഉത്തരം എഴുത്തച്ഛൻ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ: തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വയലാർ രാമവർമ്മ. തൂലിക പടവാളാക്കിയ കവി വയലാർ രാമവർമ്മ. 10ാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം ഏത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ഉജ്ജ്വല ശബ്ദാഠ്യൻ, ഉല്ലേഖഗായകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കവി ഏത്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉജ്ജ്വല ശബ്ദാഠ്യൻ, ഉല്ലേഖഗായകൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. 12ാമത്തെ ക്വസ്റ്റ്യൻ: ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയെ അടിസ്ഥാനമാക്കി രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏത്? ഹംസവും ദമയന്തിയും. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയെ അടിസ്ഥാനമാക്കി രാജാ രവിവർമ്മ വരച്ച ചിത്രം ഹംസവും ദമയന്തിയും. 13ാമത്തെ ക്വസ്റ്റ്യൻ: കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ആണ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 14ാമത്തെ ക്വസ്റ്റ്യൻ: ഋഗ്വേദം, വാൽമീകി രാമായണം എന്നിവ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത കവി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. ഋഗ്വേദം, വാൽമീകി രാമായണം എന്നിവ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മഹാകവി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ: എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത? ഉത്തരം ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ. 16ാമത്തെ ക്വസ്റ്റ്യൻ: മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷതാൻ എന്നത് ആരുടെ വരികളാണ്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷതാൻ എന്നത് ആരുടെ വരികളാണ്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ പരമ്പരാഗത നൃത്തം എന്നറിയപ്പെടുന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഏത്? ഉത്തരം കഥകളി. കേരളത്തിൻ്റെ പരമ്പരാഗത നൃത്തം എന്നറിയപ്പെടുന്ന ക്ലാസിക്കൽ നൃത്തരൂപം കഥകളി. 18. കന്നഡ ഭാഷയിൽ കേരളത്തിൽ അവതരിപ്പിക്കുന്ന കഥകളിയോട് സാമ്യമുള്ള നൃത്തരൂപം ഏത്? ഉത്തരം യക്ഷഗാനം. കന്നഡ ഭാഷയിൽ കേരളത്തിൽ അവതരിപ്പിക്കുന്ന കഥകളിയോട് സാമ്യമുള്ള നൃത്തരൂപം ഏത്? ഉത്തരം യക്ഷഗാനം എന്നതാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ: മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ച വർഷമേത്? ഉത്തരം 2013 മെയ് 23. മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ച വർഷം ഏത്? 2013 മെയ് 23. 20ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? ഉത്തരം 5ാമത്തെ ഭാഷ. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? 5ാമത്തെ.
കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മ. കേരള പാണിനി AR രാജരാജവർമ്മ. 22. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ ഏത് കവിയുടെ വരികളാണിത്? ഉത്തരം കുമാരനാശാൻ. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന ഇത് ഏത് കവിയുടെ വരികളാണ്? കുമാരനാശാൻ. പാവപ്പെട്ടവൻ്റെ കഥകളി എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപം ഏത്? പാവപ്പെട്ടവൻ്റെ കഥകളി എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപം ഉത്തരം ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളൽ. 24. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത്? ഉത്തരം ബാലൻ. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത്? ഉത്തരം ബാലൻ. 25-ാമത്തെ ക്വസ്റ്റ്യൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകത്തിൻ്റെ രചയിതാവ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.